നല്ല നിലാവുള്ളൊരു രാത്രിയിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ ഓച്ചിറയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരികെ വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആകസ്മികമായ ഈ അനുഭവം ഉണ്ടാകുന്നത്. നിലാവിൻ്റെ സൗന്ദര്യവും നിശയുടെ കുലീനത്വവും ഒരുക്കിയ പ്രകൃതിയുടെ അലങ്കാരബോധവും ആ പ്രകൃതിയെ മനുഷ്യർക്കായി സൃഷ്ടിച്ചു തന്ന ഈശ്വരൻ എന്ന പ്രഭാശക്തിയെയും പറ്റി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ഭീകരമായ കാൽ എൻ്റെ കാറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊരു കാൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു. കൈകാലുകൾ ഒരേപോലെ മരവിച്ച അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുറേ നേരം നിശ്ചലനായി ഞാനിരുന്നു. സുബോധം തിരികെ ലഭിച്ചപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ചുറ്റും കോരിച്ചൊരിയുന്ന മഴയാണ്. മഴവെള്ളം ചിന്നിച്ചിതറുന്ന കാറിൻ്റെ ജനൽപ്പാളിയിലൂടെ ഞാൻ ദൂരേക്ക് നോക്കിയപ്പോൾ ഭീതി ഉളവാക്കുന്ന ഒരു സ്ത്രീ രൂപം ദൂരേക്ക് നടന്നു പോകുന്നതായി കണ്ടു. ആ നിമിഷമാണ് എന്നോടൊപ്പം തന്നെ എൻ്റെ കാറും സെൽഫോണും നിശ്ചലമായ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. സർവ്വശക്തിയും എടുത്ത് ഞാൻ സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. ആ സമയം എൻ്റെ കാർ പെട്ടെന്ന് സ്റ്റാർട്ടാവുകയും അങ്ങനെ ഞാൻ എൻ്റെ കൊട്ടാരക്കരയിലെ വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു. എൻ്റെ ഈ അനുഭവം കേട്ട് ബന്ധുമിത്രാദികളുടെ നിർദ്ദേശമനുസരിച്ച് ഞാനൊരു ജ്യോതിഷനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ലോകത്തിലെ സകല മനുഷ്യനും തേടി നടക്കുന്ന ആ പരാശക്തിയാണ് ഞാൻ അന്ന് കണ്ടതെന്ന്. അന്ന് ഞാൻ അറിഞ്ഞു ആ സംഭവം നടന്ന സ്ഥലത്ത് ഒരു ദേവീക്ഷേത്രമുണ്ടെന്നും ദേവിയുടെ തിരുവുത്സവം ആ സംഭവത്തിൻ്റെ തലേദിവസമാണ് നടന്നതെന്നും തിരുവുത്സവത്തിന് ശേഷം നീരാട്ട് കഴിഞ്ഞ് മടങ്ങി ദേവിയായിരുന്നു അന്നെൻ്റെ കാറിന് മുന്നിൽ കൂടി കടന്നുപോയത്. അന്ന് ദേവിയുടെ തിരുമുടിയിൽ നിന്നും വീണ വെള്ളമാണ് എൻ്റെ ചുറ്റും മഴയായി പെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ദേവിയുടെ ഒരു ഭക്തനാണ്. പതിവായി അവിടെ ദർശനം നടത്തുകയും പൂജകൾ നടത്തുകയും ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അന്ന് ഞാൻ ദേവിയുടെ കാലിൽ കണ്ട ചിലങ്ക പിന്നീട് ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ദേവിയുടെ തിരുനടയിൽ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അഴകിയ കാവിൽ ദേവിയുടെ ആ ചൈതന്യ രൂപത്തെക്കുറിച്ച്.